63-ാമതായി സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് കെ മുരളീധരൻ. നിലവിലെ മന്ത്രിസഭാംഗം കൂടിയായ ആരോഗ്യ ദേവസ്വം മന്ത്രി കൂടിയായ കെ മുരളീധരൻ, വട്ടിയൂർക്കാവിൽ നിന്നുള്ള UDF അംഗം കെ മുരളീധരനാണ് അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. കടുത്ത പോരാട്ടത്തിൽ സിറ്റിംഗ് MLA വി കെ പ്രശാന്തിനെ 5425 വോട്ടിന് തോൽപ്പിച്ചാണ് കെ മുരളീധരൻ മൂന്നാം തവണ നിയമസഭയിലേക്ക് എത്തുന്നത്. നേരത്തെ വട്ടിയൂർക്കാവിൽ 2 തവണ അദ്ദേഹം ജയിച്ചിരുന്നു. പിന്നീട് ലോക്സഭാംഗമായി. പിന്നീട് ഇപ്പോൾ വീണ്ടും നിയമസഭയിലേക്ക് എത്തിയതും അതേ വട്ടിയൂർക്കാവിൽ നിന്ന് തന്നെയാണ്. നേരത്തെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് അദ്ദേഹം ഇംഗ്ലീഷിലായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തത്. ഇവിടെ എങ്ങനെയാണെന്ന് നോക്കാം. I, K. Muralidharan, having been elected a member of the Legislative Assembly, do swear in the name of God that I will bear true faith and allegiance to the Constitution of India, as by law established, that I will uphold the sovereignty and integrity of India, and that I will faithfully discharge the duty upon which I am about to enter. യെസ്, ഇവിടെയും MLA-മാരുടെ സത്യപ്രതിജ്ഞയിലും കെ മുരളീധരൻ ഇംഗ്ലീഷിൽ തന്നെയാണ് സത്യവാചകം ചൊല്ലിയത്. കെ മുരളീധരനും MLA-ആയി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു.